ഈ പൃഥ്വിയെ, മണ്ണിനെ, ഖരമായതിനെ, ഘനീഭൂതമായതിനെ കുത്തി ഇളക്കുമ്പോൾ പ്രാണൻ വേറെ എങ്ങോട്ടും പോകാതെ ഇന്ദ്രിയങ്ങളിലൂടെ പല കാര്യങ്ങളിലേക്കും ചലിച്ച് വൃഥാവിലാകാതെ പ്രാണശക്തി മുഴുവൻ നമ്മുടെ മൂലമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കോൺഷ്യസ്നസ്സിൽ വന്ന് ചലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ഈശ്വരീയ ബോധം, നമ്മളിൽ ഓരോരുത്തരിലും ഈശ്വരീയ ബോധം ഉറങ്ങിക്കിടക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഈശ്വരനാണ്. നമ്മൾ ഈശ്വരനാണെന്ന് നമുക്കറിയുന്നില്ല, കാരണം ആ ഈശ്വരബോധം ഉറങ്ങിക്കിടക്കുകയാണ്. ആ ഉറങ്ങിക്കിടക്കുന്ന ഈശ്വരീയ ബോധം ഉണർന്നെഴുന്നേൽക്കും. ആ ഈശ്വരീയ ബോധം ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അത് ആദ്യം എന്ത് ചെയ്യണം? അതാദ്യം നമ്മുടെ ഭൗതിക ബന്ധത്തെ ഇല്ലാണ്ടാക്കണം, മെറ്റീരിയൽ ആയിട്ടുള്ള ബന്ധങ്ങളെ ഇല്ലാണ്ടാക്കണം. എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഭൗതികമായിട്ടുള്ള ബന്ധങ്ങളുടെ പ്രതിപുരുഷനാണ് ഹിരണ്യകശിപു. ഹിരണ്യകശിപു എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ഹിരണ്യം സ്വർണം, കശിപു ദുഃഖം മാറ്റാം എന്ന് വിചാരിക്കുന്നവർ. പണം കൊണ്ട് ദുഃഖം മാറ്റാം എന്ന് വിചാരിക്കുന്നവർ ആരാപ്പത്? അത് ഭാഗവത കാലത്തുണ്ടായിരുന്ന ആളൊന്നുമല്ല. അതേ നമ്മളെല്ലാവരും ഭാഗവതത്തിൽ പറയുന്ന സകല കഥാപാത്രങ്ങളും ദേ നമ്മളൊക്കെ. നമ്മുടെ ഓരോരുത്തരുടെയും ധാരണ എന്താ? പണം കുറച്ച് കിട്ടിയാൽ ദുഃഖം മാറുമെന്ന് വിചാരിച്ച് പണം കിട്ടുവാൻ വേണ്ടി പണം എറിയുന്നവരാണ് നമ്മള്. അമ്പലത്തിൽ പോയിട്ട് 10 രൂപയുടെ വഴിപാട് കഴിക്കുന്നത് 1000 രൂപയുടെ ഫലമുണ്ടാകാനാണ്. അതുകൊണ്ടാണല്ലോ ജോലിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവർ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ എന്നും 5 അക്ക ശമ്പളം കിട്ടിയാൽ ഞാൻ അവിടുത്തേക്ക് 1 ലിറ്റർ പാൽപ്പായസം തന്നുകൊള്ളാം. വഴിപാടിന്റെ ഒരു റേറ്റാണ്, റേഞ്ച് നോക്കണേ. 1 ലിറ്റർ പാൽപ്പായസം കഴിക്കാൻ വകയില്ലാത്ത പാലാഴിവാസൻ, പാൽപ്പായസം കഴിക്കാൻ വകയില്ല അദ്ദേഹത്തിന്, പാലാഴിവാസൻ ഭക്തജനം ഇങ്ങനെ ചെന്ന് 1 ലിറ്റർ പായസം കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ആനന്ദതുന്തിലനായി സാധിച്ചു വരുമോ ആഗ്രഹങ്ങൾ? ആലോചിച്ചു നോക്കേണ്ടതാണ്. കാരണം ഈ ആഗ്രഹം നമുക്കുണ്ടാവാൻ കാരണം എന്താ? പണം കിട്ടിയാൽ എല്ലാം തീരുമെന്നാണ് നമ്മുടെ ധാരണ. പണം കിട്ടാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മളെല്ലാവരും. ഈ പണം കിട്ടാനുള്ള നെട്ടോട്ടം ഓടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മളിൽ സ്വതസിദ്ധമായിട്ടുള്ള ആഹ്ലാദം, നൈസർഗികമായിട്ടുള്ള ആഹ്ലാദം, ആ ആഹ്ലാദം എപ്പോഴാണ് നമുക്ക് പ്രകടീഭൂതമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നത്? ഞാൻ എന്ന ബോധമില്ലാത്ത സുഷുപ്തിയിലാണ് ആ സുഖം നമ്മൾ അനുഭവിക്കുന്നത്. ഈ ഞാൻ ഒന്ന് മാറി നിന്നാൽ മാത്രമേ ഈ സുഖം ഉണ്ടാവുള്ളൂ. ഞാൻ ഇല്ലാതിരിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് എവിടെയാ? എപ്പോഴാണ് ഞാൻ ഇല്ലാത്തത്? സുഷുപ്തിയിലാണ്. ഞാൻ ഉറങ്ങി എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. സുഷുപ്തിയിലായിരുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. ആണെന്ന് പറഞ്ഞാൽ അത് സുഷുപ്തി അല്ലാണ്ടാവും. അപ്പോൾ ഞാൻ ഇല്ലാതിരിക്കുമ്പോൾ മാത്രമേ പ്രഹ്ലാദൻ സന്തോഷിക്കുകയുള്ളൂ. ഈ ഞാൻ ഹിരണ്യകശിപ്പുവാണ്. മെറ്റീരിയൽ ആയിട്ടുള്ള അബൻഡൻസ് കൊണ്ട് സുഖമുണ്ടാക്കാം, സന്തോഷിക്കാമെന്ന് വിചാരിക്കുന്ന എൻ്റെ പ്രവർത്തനം കാരണം എൻ്റെ പുത്രനായ എൻ്റെ അടിസ്ഥറയായ പ്രഹ്ലാദൻ, പ്രകർഷേണയുള്ള ആഹ്ലാദത്തോടു കൂടിയവൻ ബുദ്ധിമുട്ടിലാണ്. നൈസർഗികാനന്ദം ബുദ്ധിമുട്ടിലല്ലേ? എന്തൊരു വിഷമാ. സ്ലീപ്പിംഗ് പിൽസില്ലാതെ ഉറങ്ങാൻ പറ്റുന്നില്ല. മെഡിറ്റേഷൻ ക്ലാസ്സുകളിലും യോഗ ക്ലാസ്സുകളിലും നാമജപ വേദികളിലും ഒക്കെ ആള് കൂടുന്നത് ഭക്തി കൂടുന്നത് കൊണ്ടൊന്നുമല്ല, ടെൻഷൻ കൂടുന്നത് കൊണ്ടാണ്. അതൊക്കെ ഭക്തിയുടെ കൂടുതലാണെന്നൊക്കെ വ്യാഖ്യാനിച്ച് മയപ്പെടുത്താം, വെറുതെയാണ്. നമ്മൾ 7 ദിവസം സത്യം കേൾക്കാനാ പോകുന്നുള്ളതുകൊണ്ടാണ് തുറന്നു പറയണത്. ടെൻഷൻ കൂടുന്നത് കൊണ്ടാണ്. ടെൻഷൻ ഇത്രയധികം ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുക. അമ്പലങ്ങളിലും ആശ്രമങ്ങളിലും ഒന്നും വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലായിരുന്നു. പണ്ട് കാലത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ആശ്രമങ്ങളിൽ, അമ്പലങ്ങളിലും ഉണ്ടായിരുന്നില്ല തിരക്ക്. ഇപ്പൊ എന്തൊരു തിരക്കാ! പണ്ടുള്ളതിലും വ്യത്യസ്തരാണോ ഇപ്പോൾ ഉള്ളവർ? അല്ല, സമാധാനക്കേടെ ഒരു സൗര്യമില്ല. വീട്ടിൽ ഇരുന്നാൽ സൗര്യക്കേട്, അപ്പൊ പിന്നെ അമ്പലത്തിൽ പോവാണ്. ഇപ്പൊ അമ്പലത്തിൽ പോയാലും സൗര്യക്കേട്, അപ്പൊ വേറെ എവിടെയെങ്കിലും ഒക്കെ പോവാണ്. അപ്പൊ അതുകൊണ്ട് പ്രഹ്ലാദന്മാർ ദുഃഖിച്ചിരിക്കുകയാണ്. മെറ്റീരിയലിസ്റ്റിക്കലായിട്ടുള്ള ആൾക്കാരുടെ പ്രവർത്തനത്തിൽ വിധേയരായി പ്രഹ്ലാദന്മാർ ദുഃഖിക്കുമ്പോൾ ആ പ്രഹ്ലാദനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സന്ധ്യയ്ക്ക്, രാവും പകലുമല്ലാത്ത സമയത്ത് തൂണിൽ നിന്ന് ഭഗവാൻ നരസിംഹം അവതരിക്കും. തൂണ് അകത്തേക്കും പുറത്തേക്കും പോകാത്ത ശ്വാസം നിൽക്കുമ്പോൾ അതിന് ദണ്ഡവത്, പ്രാണൻ ദണ്ഡവത്താവുക എന്ന് പറയും. നമ്മുടെയൊക്കെ പ്രാണൻ കുടിലാകൃതിയാണ്. ഈ കുടിലാകൃതിയിലുള്ള പ്രാണനോട് കൂടിയവളാണ് ഭാഗവതത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന കൂനി. ആ കൂനിയുടെ നടുവിൽ ഭഗവാൻ ഒന്ന് സ്പർശിക്കുമ്പം കൂന് നിവരും. ഈ കുടിലഗാമിനിയായ ശ്വാസോച്ഛ്വാസത്തിന്റെ നടുഭാഗത്ത് ഗുരുനാഥൻ ഒന്ന് സ്പർശിക്കുമ്പോൾ പ്രാണൻ ദണ്ഡവത്താകും. പ്രാണൻ ദണ്ഡവത്തായി കഴിഞ്ഞാൽ രാവും പകലും ഇല്ല. രാവ് പുറത്തേക്ക് പോകുന്ന ശ്വാസം, പിങ്കളാ നാഡിയിലൂടെ ഒഴുകുന്ന ശ്വാസം അർക്കശംഭു. അർക്കനാണത്, സൂര്യനാണ്, ചൂടുള്ളതാണ്. അകത്തേക്ക് പോകുന്ന ശ്വാസം തണുപ്പാണ്, ചന്ദ്രനാണ്, രാത്രിയാണ്, പിങ്കള.
രാവും പകലും ഉണ്ടാവില്ല. പ്രാണൻ ദണ്ഡവത്തായിട്ട് നിൽക്കും. പ്രാണവൻ ദണ്ഡവത്തായി നിൽക്കുന്ന തൂണ് സുഷുമ്ന, അതിൽ നിന്ന് അതിയായ ശബ്ദത്തോടുകൂടി നരസിംഹം എന്ന രൗദ്രാവതാരം, 10 അവതാരങ്ങളിലും ഏറ്റവും രൗദ്രതയോട് കൂടിയിട്ടുള്ള അവതാരം നരസിംഹമൂർത്തിയുടെ അവതാരം. ഈ നരസിംഹമൂർത്തി അവതരിക്കുമ്പോൾ നാരായണീയ കർത്താവായിട്ടുള്ള മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നു, ഇദ്ദേഹത്തിന്റെ അലർച്ച കേട്ടിട്ട് ബ്രഹ്മാവ് താമരപ്പൂവിൽ നിന്ന് തെറിച്ചുപോയി അത്രേ. സത്യലോകത്ത് ബ്രഹ്മാവ് തെറിച്ചുപോയി ശബ്ദം കേട്ടിട്ടെ. അപ്പൊ ശബ്ദത്തിന്റെ ശക്തിയെക്കുറിച്ച് സൂപ്പർസോണിക് തിയറിയൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ മഹർഷീശ്വരന്മാർക്ക് അറിയാമായിരുന്നു ശബ്ദം വളരെ പവർഫുൾ ആണ്. അപ്പോൾ ആ ശബ്ദത്തിന്റെ അലർച്ച, ശബ്ദത്തിന്റെ ഊക്കുകൊണ്ട് ബ്രഹ്മാവ് സ്വസ്ഥാനത്ത് നിന്ന് തെറിച്ചുപോയി. ഭഗവാന്റെ കോപം കളിയായിട്ടായിരിക്കും എന്നെഴുതിയ മേൽപ്പത്തൂരിനോട് അശരീരിയായിട്ട് ഭഗവാൻ പറയുകയും ചെയ്തു, കളിയായിട്ടല്ല മേൽപ്പത്തൂരെ, കാര്യമായിട്ട് തന്നെയാണ്. കാരണം നമുക്കൊരു ധാരണയുണ്ട്, ആധ്യാത്മികന്മാര് ആധ്യാത്മികതയിൽ ദേഷ്യപ്പെടാൻ പാടില്ല, ആധ്യാത്മികന്മാര് ചിരിക്കാൻ പാടില്ല, ആധ്യാത്മികന്മാര് കരയാൻ പാടില്ല, ആധ്യാത്മികന്മാർ ഏകദേശം പാറ പോലെ ഇരിക്കണം, കരയാനും പാടില്ല, ചിരിക്കാനും. അതുകൊണ്ട് ആധ്യാത്മികരും അങ്ങനെയാ, വളരെ സീരിയസ് ആയിട്ടായിരിക്കും അവർ വരിക. അവരെല്ലാവരെയും ഒന്ന് ഒഴുകി നോക്കും. മര്യാദയ്ക്ക് നോക്കാൻ പാടില്ല, കാരണം സ്പിരിച്വൽ അല്ലാണ്ടായി പോയാലോ. ഒഴുകി ഒന്ന് നോക്കും, ചിരിക്കുകയില്ല, കാരണം അവരേതോ ബോധതലത്തിൽ ഇരിക്കുകയാണെന്നാ. കരയേണ്ട സാഹചര്യം വന്നാൽ കരയുകയില്ല. ശ്രീരാമചന്ദ്രൻ ഭാര്യയെ പോയതിന് കരഞ്ഞതൊക്കെ ഇവിടെ ഉണ്ട്. അതിനെയൊക്കെ ന്യായീകരിക്കാനുള്ള 100,000 ശ്രമങ്ങളും നടക്കുന്നുണ്ട്. കാരണം എന്താ? കരയാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല. ഇപ്പൊ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരെ കഞ്ഞിയും പയറും മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, പുൽപ്പായെ കിടക്കണം. അങ്ങേരെങ്ങാനും നല്ല ഡ്രസ്സ് ഇട്ടാൽ എന്തൊരു സ്പിരിച്വൽ ആയതെന്ന് ചോദിക്കും. കഷ്ടകാലത്തിനെങ്ങാനും ഫ്രൈഡ് റൈസ് കഴിക്കുന്നത് നമ്മളെങ്ങാനും കണ്ടുപോയാൽ അയാളുടെ സ്പിരിച്വാലിറ്റി തീർന്നു. കാരണം ഇന്ന് സ്പിരിച്വൽ പേഴ്സൺ സ്പിരിച്വൽ ആണോ എന്ന് തീരുമാനിക്കുന്നത് ആരാ? അനുയായികൾ. കാലത്തിന് ജനാധിപത്യം വരുത്തിയവരോ വേനേ. അതുകൊണ്ട് നരസിംഹമൂർത്തിക്ക് ഇതൊന്നുമില്ല. നരസിംഹമൂർത്തി പറഞ്ഞു, ശരിക്കും ദേഷ്യപ്പെട്ടതാണ് ഞാൻ, എനിക്കതാ കളിയായിട്ടാണ്, എനിക്ക് ശരിക്കും ദേഷ്യപ്പെടാം. ആരാ നിങ്ങൾ പറയാൻ എനിക്ക് ദേഷ്യപ്പെടാൻ പാടില്ല എന്ന്? ഈശ്വരൻ ഇന്നതുപോലെയേ പെരുമാറാൻ പാടുള്ളൂ എന്ന് ഈശ്വരന്റെ സൃഷ്ടിക്ക് പറയുവാൻ എന്താണ് അധികാരം? ചെയ്യാനും ചെയ്യാതിരിക്കാനും ചെയ്തതിനെ മാറ്റി ചെയ്യുവാനും, കർത്തും അകർത്തും അന്യഥാകർത്തും അതിനധികാരമുള്ള ഭഗവാന് എന്തു വേണമെങ്കിലും ചെയ്യാം. ഹി ഈസ് ഓൾ ഫ്രീ ടു ഡു എനിത്തിങ് ഹി വാണ്ട്സ്. നമുക്ക് നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. അദ്ദേഹം ദേഷ്യപ്പെട്ടു. അതിഭയങ്കരമായ ദേഷ്യത്തോടു കൂടി വന്ന നരസിംഹം ഹിരണ്യകശ്യപുവിനെ കൊന്ന രീതി ഒന്ന് നോക്കുക. വയറും മാറും പിളർന്ന കൊല്ലുന്നത്. മറ്റുള്ള അവതാരങ്ങളെല്ലാം ശിരസറുത്തുമൊക്കെയാണ് കൊല്ലുന്നതെങ്കിൽ നരസിംഹമൂർത്തി ഹിരണ്യകശ്യപുവിനെ കൊല്ലുന്നത് വയറും മാറും വക്ഷസും ഉദരവും പിളർന്നാണ്. കുടൽമാലയാണ് ആഭരണമായിട്ട് ധരിക്കുന്നത്. കൈകൾ കൊണ്ടാണ് കൊല്ലുന്നത്. കർമ്മമാണ് കൈകൾ. എന്തുകൊണ്ടാണ് നെഞ്ചും വയറും മാത്രം കൊന്നത്? മിക്കവാറും നമ്മളെല്ലാം നെഞ്ചും വയറ്റിലും ജീവിക്കുന്നവരാ. നമ്മളെല്ലാം വികാരങ്ങൾക്കനുസരിച്ചും വയറിന് വേണ്ടിയും ജീവിക്കുന്നവരാ. നമ്മുടെ ബോധം നെഞ്ചിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടില്ല. നെഞ്ചിൻ്റെ അപ്പുറത്തേക്ക് ബോധം പോകാത്തത് കൊണ്ടാണ് ഹിരണ്യം കിട്ടിയാൽ, പണം കിട്ടിയാൽ ദുഃഖം മാറുമെന്നുള്ള ബോധത്തോടു കൂടി പ്രഹ്ലാദനെ ബുദ്ധിമുട്ടിക്കുന്നത്. ഭഗവാൻ തൻ്റെ ദിവ്യമായ കരങ്ങൾ കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ട്, ഭഗവത് അനുഗ്രഹം കൊണ്ട് നെഞ്ചും മാറും പിളർന്ന് ബോധത്തെ നെഞ്ചിൽ നിന്ന് മുകളിലേക്ക് കയറ്റുന്നു. നെഞ്ചിലും വയറിലും വയറിന് താഴെയുമായി തങ്ങി നിൽക്കുന്ന ബോധത്തെ അതിനുപരിയായിട്ട് കയറ്റുമ്പോൾ, ശിരസിലേക്ക് കയറ്റുമ്പോൾ, കഴുത്തിന്റെ മുകളിലേക്ക് കയറ്റുമ്പോൾ ആഹ്ലാദത്തോടു കൂടിയവനായി തീരും വിഷമിച്ചിരിക്കുന്ന പ്രഹ്ലാദൻ. ഇത്ര മനോഹരമായിട്ടാണ് ഭാഗവതം പറയണത്. അപ്പോൾ അതിന് നിസാര ശക്തി മതിയോ? പോരാ. ഈ ബന്ധങ്ങളൊക്കെ വേണ്ടാന്നൊക്കെ ഇടയ്ക്കൊക്കെ തോന്നുമെങ്കിലും വെറുതെ പറയണതാണ്. നമ്മുടെ പഴയ ഒരു കീർത്തനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ, ഈ നരകത്തീ തന്നെ വീട്ടിന്നേ, ഈ നരകത്തീ തന്നെ കരകയറ്റിയിടേണം. വാസ്തവമാണോ അത്? ഇതുപോലെ മറ്റൊരു കീർത്തനവും ഉണ്ട്.
ഐഹികമായ സുഖത്തിലഹോ കൃഷ്ണ. അയ്യോ, അവിടെ ഒരു സ്ട്രെസ് കൂടും. അയ്യോ, നമുക്കൊരു മോഹമില്ല. വാസ്തവമാണോ? ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. ഭഗവാനും അറിയാവുന്നതുകൊണ്ടാണ് പ്രത്യക്ഷപ്പെടൽ നിർത്തിയത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇഷ്ടമല്ല എന്ന് ആരുറ്റവരുടെ മരണസമയത്തും പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോഴുമൊക്കെ തോന്നിയേക്കാം. അല്ലാതൊന്നും ഇത് മടുക്കുകയില്ല. എത്ര അനുഭവിച്ചാലും മതിവരാത്തതാണ് ബന്ധങ്ങളോട് കൂടിയ ഈ ലോകം. അതിനെ തന്ത്രശാസ്ത്രം ബ്രഹ്മഗ്രന്ഥി എന്നാണ് വിളിക്കുക. ബ്രഹ്മാവിന്റെ ഗ്രന്ഥിയാണത്, കെട്ടാണ്, സൃഷ്ടിയുടെ കെട്ടാണത്. അതിൽ നിന്ന് ബോധത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടുള്ള ഈശ്വരാനുഗ്രഹം പോരാ, അതിയായിട്ടുള്ള ഈശ്വരാനുഗ്രഹം വേണം എന്നുള്ളത് കൊണ്ട് നരസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ വരുന്നു. നരസിംഹമൂർത്തി ജന്മബന്ധങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുവാനുള്ളതാണ്. ആ ശക്തി വരുമ്പോഴാണ് നമുക്ക് ആ ബോധം മാറുക. അങ്ങനെ മത്സ്യം, കൂർമ്മം, വരാഹം, നൃസിംഹം